ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കും, പശ്ചിമേഷ്യയിൽ ഭയങ്കര യുദ്ധഭീതിയാണ് എന്നൊക്കെയാണ് അമേരിക്ക പറഞ്ഞത്. പക്ഷേ പറഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഒന്നും സംഭവിച്ചില്ല, സാധാരണ പോലെ കാര്യങ്ങളൊക്കെ നീങ്ങുന്നു. അല്ല, സിനുവിന് എന്താ സങ്കടമാണോ ഇസ്രായേലിനെ ആക്രമിക്കാത്തതുകൊണ്ട്? അല്ല, ഇറാൻ അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടി എന്തൊക്കെയോ ചെയ്തു കൂട്ടും, ഇസ്രായേലിൻ്റെ മുമ്പിൽ ഞങ്ങളും ഭയങ്കര ശക്തിയാണെന്നൊക്കെ കാണിച്ചു കൂട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. അങ്ങനൊന്നും ചെയ്യാത്തതുകൊണ്ട് ഞാൻ വിചാരിച്ചത് എന്താ ഇറാനും പേടിയാണോ എന്നുള്ളൊരു. അല്ല, ഈ ഇസ്രായേലിനെ തുടച്ചു നീക്കണമെന്ന് ആവശ്യപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയൊരു വാർത്ത ഞാൻ പറയാം. ചെങ്കടലിൽ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഹൂതികളുടെ 2 കപ്പലുകൾ അമേരിക്ക മുക്കി. നമ്മുടെ ഒരു മാധ്യമത്തിലും വന്നിട്ടില്ല. അമേരിക്കയുടെ 2 വിമാനവാഹിനി കപ്പലുകൾ, USS ജോർജിയ അടക്കമുള്ള ന്യൂക്ലിയർ ആണവാഹിനി ഉൾപ്പെടെ വലിയ കപ്പൽപ്പട ചെങ്കടലിൽ ഇപ്പോൾ വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇസ്രായേലിനെ ആക്രമിക്കാൻ ഇറാൻ വരുന്നു എന്ന് അമേരിക്ക തന്നെയാണ് പറഞ്ഞത്. ഒരാഴ്ചയ്ക്കകം ആക്രമണം നടത്താനുള്ള സാധ്യതയുണ്ട് എന്നുള്ള അമേരിക്കയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ഇറാൻ പറഞ്ഞതല്ല, അമേരിക്ക പറഞ്ഞതാണ്. പക്ഷേ അയത്തുള്ള ഖമൈനി പറഞ്ഞിരുന്നു അവരുടെ രാജ്യത്ത് അതിഥിയായെത്തിയ ഹമാസിൻ്റെ തലവനെ കൊന്നതിന് ഇസ്രായേൽ ഒരിക്കലും മറക്കാത്ത പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അത് പറഞ്ഞിട്ട് ഒരുപാട് ദിവസമായി, അതങ്ങനെ പോവുകയാണ്. അപ്പോൾ ഇസ്രായേലിനെ തൊട്ടാൽ ഞങ്ങൾ ഇടപെടും എന്ന് അമേരിക്ക പ്രകടമായി പറഞ്ഞു തന്നു. അപ്പോൾ അമേരിക്കയുടെ വലിയ കപ്പൽ വ്യൂഹം അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇപ്പോൾ സിറ്റുവേഷൻ. പോയിട്ടുണ്ടെന്ന് മാത്രമല്ല, അവർ ആക്ഷനാണ്. തങ്ങളുടെ കപ്പൽപ്പടയൊക്കെ അവിടെ ഉള്ളപ്പോൾ തങ്ങളുടെ കപ്പലുകൾക്ക് നേരെ വന്ന വിമാനവാഹിനി കപ്പലിനടുത്തേക്ക് വന്നു ഹൂതികളുടെ 2 കപ്പലുകൾ എന്ന് പറഞ്ഞാൽ കപ്പലുകൾ അമേരിക്ക തകർത്ത് കളക്കും. എന്തുകൊണ്ടാണ് നമ്മുടെ മാധ്യമങ്ങളിലൊന്നും വാർത്ത വരാത്തതെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഇന്ത്യ ടുഡേ അടക്കം BBC അടക്കമുള്ള ഇംഗ്ലീഷ് മാധ്യമങ്ങളിലൊക്കെ ഈ വാർത്തകളുണ്ട്. പക്ഷേ അത് മലയാളത്തിലെ മാധ്യമങ്ങളിലൊന്നും വരുന്നില്ല. കാരണം ഹൂത്തികളും ഇറാനും അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദി സംഘടനകളൊക്കെ യുദ്ധത്തിൽ പരാജയപ്പെടുന്ന വാർത്തയായാൽ ഇവിടെ ഒരുപാട് ആളുകൾക്ക് വിഷമമുണ്ടാകും. ഒന്ന് ആലോചിച്ചു. യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് രാത്രി 10 മണിക്ക് മീഡിയ 1 വെക്കുമായിരുന്നു. കാരണം ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഈ അടുപ്പുകൂട്ടി ചർച്ചയിലെ നിലവിളി കേൾക്കാൻ വേണ്ടിയിട്ടാണ് വെക്കാറ്. അപ്പോൾ ഇപ്പോൾ അവരതിൻ്റെ സമയം മാറ്റിയെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ 2 ദിവസമായിട്ട് 10 മണിക്ക് വെക്കും, 9:30 വെക്കുമ്പോൾ ഇത് കാണുന്നില്ല. നേരത്തെ ആക്കിയോ എന്തോ ഒരു ഷെഡ്യൂളിന് മാറ്റം ഉണ്ടായെന്ന് തോന്നുന്നു. എൻ്റെ കുഴപ്പമാണോ ഇനി ചാനലിൻ്റെ കുഴപ്പമാണോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെ ഇസ്രായേലിന് തിരിച്ചടി, ഇസ്രായേൽ ഹമാസ് മുന്നേറുന്നതൊക്കെ ഒരുപാട് വാർത്തകൾ മീഡിയ 1 വന്നിരുന്നു. പൊതുവിൽ അങ്ങനെയായിരുന്നു. ഇപ്പോൾ എല്ലാത്തിലും അങ്ങനെയാണല്ലോ. ഇപ്പോൾ ബംഗ്ലാദേശിൽ വലിയ കലാപം നടക്കുന്നു, ഹിന്ദുക്കൾക്ക് നേരെ വലിയ ആക്രമണം നടന്നപ്പോൾ മലയാളത്തിലെ 2ാമത്തെ ഏറ്റവും വലിയ ചാനൽ, 1ാമത്തെ അല്ലിപ്പോൾ പറഞ്ഞത് ബംഗ്ലാദേശിൽ ഒരു കുഴപ്പമില്ല, ഏതോ ഒരു മേനോത്തിയെ വിളിച്ചുകൊണ്ട് വന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കുക. ഇവിടെ എല്ലാം നോർമൽ, എക്സാജറേറ്റ് ചെയ്യുന്നു, ഒന്നുമില്ല. ഫസൽ ഗഫൂറും ഒക്കെ വന്നിട്ട് ബംഗ്ലാദേശിൽ ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് വെള്ളപൂശിയ ഒരു സ്റ്റോറി 2ാമത്തെ ചാനൽ ചെയ്തു. അവരിപ്പോൾ മത്സരിച്ചുകൊണ്ടിരിക്കുകയാണ്. 3ാമത്തെ ചാനൽ ആകാനുള്ള മത്സരത്തിലാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ അത് നടക്കട്ടെ. അപ്പോൾ ഞാൻ പറയുന്നത് ഇപ്പം ഈ യുദ്ധം തുടങ്ങിയപ്പോൾ മുതൽ ഇപ്പോൾ ഇസ്രായേലിനെ തീർക്കും, തുടച്ചു നീക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ആവേശ കമ്മിറ്റിക്കാരുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ലഡുവൊക്കെ മേടിച്ച് വെച്ചിരിക്കുകയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് വേറൊരു വിദ്വാൻ പറയുന്നിട്ട് അറബ് രാജ്യങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് നിന്ന് മൂത്രം ഒഴിച്ചാൽ ഇസ്രായേലിൽ എല്ലാവരും ഉണ്ടാവും. ഇപ്പോൾ അറബ് രാജ്യങ്ങൾക്ക് മൂത്രം പോകണില്ലെന്നാണ് തോന്നുന്നത്. അല്ലേ, മൂത്രം ഒഴിച്ച് കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഇസ്രായേലിനെ തകർക്കുക എന്നുള്ളൊരു വലിയ അജണ്ടയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ തകർക്കാൻ അല്ലെ ഇസ്രായേലിനെതിരെ ഈ വാചക കസരത്ത് നടത്തുന്നതല്ലാതെ ഇറാൻ എന്തുകൊണ്ടാണ് ഇതിന് വരാത്തതെന്നൊരു വലിയ ചോദ്യമാണ്. അതിന് ഒരു പ്രധാനപ്പെട്ട കാര്യം, കുറച്ച് കാലം മുമ്പാണ് മഹ്സ അമിനി എന്ന് പറഞ്ഞൊരു പെൺകുട്ടി ഓർമ്മ കേട്ടോ. 22 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. അവൾ തല മറയ്ക്കുന്ന തരത്തിൽ വസ്ത്രധാരണം നടത്തിയില്ല എന്ന പേരിൽ പോലീസ് പിടിച്ചുകൊണ്ട് പോയി തടവിൽ വെച്ച് ക്രൂരമായി ഭേദ്യം ചെയ്യപ്പെട്ട് കൊല്ലപ്പെട്ടു. ഇറാനിലെ ചെറുപ്പക്കാരിയാണ്. അതിനെ തുടർന്ന് ഇറാനിൽ നടന്നത് വലിയ കലാപമാണ്. അയത്തുള്ള ഖമൈനിയുടെയൊക്കെ വലിയ കിരാത മതശാസ്ത്രം നിൽക്കുന്ന നാട്ടിൽ സ്ത്രീകൾ കൂട്ടത്തോടെ തെരുവിലിറങ്ങി ഹിജാബ് വലിച്ച് പറിച്ച് കളഞ്ഞും കത്തിച്ചുമൊക്കെ വലിയ സമരം നടന്നു. തലമുടി പുറത്ത് കണ്ടാൽ നരകത്തിൽ പോകുന്നൊക്കെയാണ് ഇവർ വിശ്വസിക്കുന്നത്. പക്ഷേ അതിനെതിരെ വലിയ കലാപമാണ്, വലിയ സമരമാണ് സ്ത്രീകളുടെ ഭാഗത്ത് നടന്നത്. അപ്പോൾ ഇസ്രായേലിനെ നേരെ ഈ മപ്പടിക്കുന്ന ഇറാന് ആഭ്യന്തരമായ ചില പ്രശ്നങ്ങളുണ്ട്. അതായത് ഇപ്പോൾ തന്നെ പറയുന്ന ഈ ഹനയ്യെ കൊന്നല്ലോ. ഹനയ്യെ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു വിദേശ രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് അവിടുത്തെ പുതിയ പ്രസിഡൻറ്റിൻ്റെ സ്ഥാനാരോഹണത്തിന് പങ്കെടുക്കുന്നു. അതീവ സുരക്ഷാ സന്നാഹങ്ങളുള്ള സ്ഥലത്ത് വെച്ചാണ് ഹനയ്യെ കൊല്ലപ്പെട്ടത്. അത് ആ മുറിക്കുള്ളിൽ ഒരു ബോംബ് ഇംപ്ലാന്റ് ചെയ്ത് ബോംബ് കൊണ്ട് വെച്ച് കൊലപ്പെടുത്തിയാണെന്ന് ഇപ്പോൾ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഇറാനിനുള്ളിൽ ഇറാൻ്റെ തലസ്ഥാനത്ത് ഇറാൻ്റെ അതിഥിയെ
കൊലപ്പെടുത്താൻ, ബോംബ് വെക്കാൻ മൊസാദിന് കഴിഞ്ഞത്. തീർച്ചയായും അവിടുന്ന് പ്രാദേശികമായ സഹായം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇറാനിൽ ഇപ്പോൾ നിൽക്കുന്ന ഭരണകൂടത്തിനെതിരെയുള്ള ഒരു ജനവികാരമുണ്ട്. അതിനെതിരെ നിൽക്കുന്ന ഒരു ട്രെൻഡ് അവിടെയുണ്ട്. അതായത് മതശാസനം, മതഭരണം എന്നതിൽ ആളുകൾ മടുത്തു. അവർക്ക് സ്വാതന്ത്ര്യം വേണം. 1979 ഇസ്ലാമിക വിപ്ലവം ഇറാനിൽ നടന്നത്. അതിനു മുമ്പുള്ള ഇറാൻ്റെ ചിത്രങ്ങൾ, ഇറാൻ സിനിമ കാണണം, ഇറാനിലെ സ്ത്രീകളുടെ ചിത്രങ്ങൾ കാണണം. അവർ സ്വതന്ത്രരായ ജനതയായിരുന്നു. അവർക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാം, ഇഷ്ടമുള്ള ആഹാരം കഴിക്കാം, പാട്ടുപാടാം, നൃത്തം ചെയ്യാം. അങ്ങനെ ലോകത്തെ എല്ലാ സ്വതന്ത്ര സമൂഹങ്ങളെപ്പോലെ ജീവിച്ചിരുന്ന ഒരു സമൂഹമായിരുന്നു 79 ഇസ്ലാമിക വിപ്ലവത്തിന് മുമ്പുള്ള ഇറാനിലെ ജനത. അപ്പോൾ അതനുഭവിച്ചവരുണ്ട്. ഇന്ന് ജീവിച്ചിരിക്കുന്ന മുതിർന്ന തലമുറയ്ക്ക് ഇതൊക്കെ അറിയാം. അവരുടെ ഉള്ളിൽ ആ സ്വാതന്ത്ര്യം തങ്ങളുടെ മക്കൾക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള വ്യഥയുണ്ട്. അതായിരുന്നു യഥാർത്ഥ സ്വാതന്ത്ര്യം, മതമല്ല. 79 ശേഷമാണ് ഇവരെ പഠിപ്പിക്കാൻ കൊല കയറ്റുന്ന പോലെ ചാക്കി കെട്ടിയത്. പക്ഷേ ഇതല്ല സ്വാതന്ത്ര്യം. ഞങ്ങളുടെ സ്വാതന്ത്ര്യം, യഥാർത്ഥ മാനവികത എന്ന് പറയുന്നത് 79 വരെ ഞങ്ങൾ അനുഭവിച്ചതാണെന്ന് ഇന്നത്തെ 50 വയസ്സും ഒക്കെയുള്ള ആളുകൾ അവരുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ കുഞ്ഞുങ്ങൾ ഒരു മൂടിക്കെട്ടിയ കുപ്പായത്തിനുള്ളിൽ ജീവിക്കേണ്ടി വരുന്ന കുഞ്ഞുങ്ങൾ അവരുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും ഒക്കെ പറയുന്ന ആ സ്വതന്ത്ര ലോകത്തെക്കുറിച്ച് സ്വപ്നം കാണുന്നുണ്ട്. അവരൊരു അവസരം നോക്കിയിരിക്കുകയാണ് ഈ കിരാത മതഭരണകൂടത്തെ താഴെയിടാൻ. അത് നന്നായി അറിയാം ഇറാൻ ഭരണകൂടത്തിന്. അതുകൊണ്ടാണല്ലോ മഹ്സ അമിനിയുടെ കൊലപാതകത്തിന് ശേഷം വസ്ത്രം ശരിയായി തല മൂടുന്ന തരത്തിൽ ഹിജാബ് ധരിച്ചില്ല, മുടി പുറത്ത് കണ്ടു എന്നതിൻ്റെ പേരിൽ ഒരു ചെറുപ്പക്കാരിയെ കൊണ്ടുപോയി ഭേദ്യം ചെയ്ത് അതിക്രൂരമായി കൊന്നതിനെ പ്രതിഷേധിച്ച് എന്നാൽ ഞങ്ങളെയും കൊല്ലൂ എന്ന് പറഞ്ഞ് ഇറാൻ പെൺകുട്ടികൾ രംഗത്തിറങ്ങിയത്. വല്ലാതെ അവരെ ഉലച്ചു കളഞ്ഞു. അപ്പം അധികകാലം ഈ മതഭരണകൂടം കൊണ്ടുപോകാൻ കഴിയില്ല. എന്തെങ്കിലും അവസരം കിട്ടിയാൽ ജനങ്ങൾ അട്ടിമറിക്കുമെന്നുള്ള ബോധ്യം ഇറാൻ ഭരണാധികാരികൾക്കുണ്ട്. ഒരു യുദ്ധം തുടങ്ങിയാൽ ഒരു പക്ഷേ അമേരിക്കൻ സുരക്ഷാ ഏജൻസികളും ഇൻ്റലിജൻസ് വൃത്തങ്ങളും പറയുന്നത് ഇറാനിൽ ഒരു യുദ്ധം ആരംഭിച്ചാൽ, ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു യുദ്ധം ആരംഭിച്ചാൽ ഒരു പക്ഷേ ഇറാൻ സൈന്യത്തിലെ ഒരു വിഭാഗം പോലും സർക്കാരിനെതിരെ തിരിയാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നത്. കാരണം ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇറാൻ ഇസ്രയേലിനെ ആക്രമിച്ചാൽ ഇസ്രയേലും പണി കൊടുക്കും, അമേരിക്ക കയറി ആക്രമിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇറാൻ എല്ലാ തരത്തിലും ഇറാന് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവും. തങ്ങളെ യുദ്ധത്തിലേക്ക് തള്ളിവിട്ട ഭരണകൂടത്തിനെതിരെ ജനങ്ങളുടെ സ്വാഭാവികമായ ഒരു പ്രതിഷേധം ഉണ്ടാവും. അതോടൊപ്പം തന്നെ കൊല്ലപ്പെടുന്നത് പട്ടാളക്കാരായിരിക്കുമല്ലോ. എന്തിനൊരു കാര്യവുമില്ലാതെ വെറുതെ പോയി ഇസ്രയേലിനെ മാന്തി. പ്രത്യേകിച്ച് ഇറാൻകാർ ഷിയകളാണ്, പലസ്തീനികൾ അല്ലെ ഹമാസുകൾ സുന്നിയാണ്. സുന്നികൾ ഷിയാക്കാരെ കണ്ടാൽ കൊല്ലാനിരിക്കുകയാണ്. അങ്ങനെ തങ്ങളെ കൊല്ലാനിരിക്കുന്ന ആളിൻ്റെ ശത്രുവിനോട് പോയി ഏറ്റുമുട്ടി ഞങ്ങളെന്തിനു മരിക്കണം എന്ന് ഇറാൻ പട്ടാളക്കാർ ആലോചിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രയേൽ ഇറാൻ യുദ്ധം ആരംഭിച്ചാൽ അത് ഇറാനിൽ ഒരു ആഭ്യന്തര കലാപത്തിനും ആഭ്യന്തര വിപ്ലവത്തിനും കാരണമാകുമെന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഈ സ്ത്രീകളുടെ വലിയ സമരം, മഹ്സ അമിനിയുടെ കൊലപാതകത്തെ തുടർന്ന് നടന്ന സമരം നമ്മുടെ ചാനലിലൊന്നും വന്നില്ല അല്ലേ? ഇറാനിൽ വലിയ സമരമായിരുന്നു. സ്ത്രീകൾ വസ്ത്രം കത്തിച്ചൊക്കെ നടത്തിയ സമരം കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല, കേരളത്തിലെ ചാനലുകൾ കണ്ടില്ല. നമ്മുടെ ഒരു ആർക്കൈവ്സിൽ സൂക്ഷിക്കാൻ ഒരു ചിത്രം പോലുമില്ല. സോഷ്യൽ മീഡിയയിൽ വന്ന ചിത്രങ്ങളെങ്കിലും ആരെങ്കിലുമൊക്കെ സേവ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഈ മുസ്ലിം ഭരണാധികാരികൾ അല്ലെങ്കിൽ ഇസ്ലാമിക ശക്തികൾ എവിടെയെങ്കിലും പരാജയപ്പെട്ടാൽ അത് വാർത്തയാക്കാൻ ഭയപ്പെടുന്ന മാധ്യമങ്ങളുള്ള ലോകത്താണ് നമ്മൾ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇവർ നിരന്തരം ഇറാൻ ഇപ്പം അടിക്കും ആഞ്ഞടിക്കും എന്നൊക്കെ പറഞ്ഞ് വാർത്ത കൊടുക്കുന്നത്. പക്ഷേ ഇറാനെ സംബന്ധിച്ച് ഒരു യുദ്ധത്തിന് ഇറങ്ങാൻ എന്ന് പറയുന്നത് 3 അല്ല 300 വട്ടം ആലോചിക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ നോക്കൂ, ഈ ഇസ്രയേലുമായിട്ട് ആക്രമണം ഉണ്ടാക്കി. ഹൂത്തികളുടെ അവസ്ഥ എന്താ? ഹൂത്തികളുടെ തുറമുഖം ഉൾപ്പെടെ എല്ലാം ഇസ്രയേൽ നശിപ്പിച്ചു. ഹിസ്ബുള്ളയുടെ നേതാക്കന്മാരെ നേരത്തെ 1, 2, 3 പറഞ്ഞ് ടപ്പ ചെയ്ത് തട്ടി. അപ്പം ഇസ്രായേലിനെതിരെ നിന്ന ആളുകളെ എല്ലാം തീർത്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഈ ഹനയ്യയുടെ കൊലപാതകം നടന്നപ്പോൾ സ്വാഭാവികമായും ആരും പറയുന്നില്ലെങ്കിലും എല്ലാവർക്കും വലിയ സംശയമുണ്ട്. കാരണം പുതിയ പ്രസിഡന്റിനെ സത്യപ്രതിജ്ഞയ്ക്കാണ് ഈ പുള്ളി വന്നത്. പുതിയ പ്രസിഡന്റ് വന്നത് പഴയ പ്രസിഡന്റ് മരിച്ചതുകൊണ്ടാണ്. പുതിയ പ്രസിഡന്റിൻ്റെ സത്യപ്രതിജ്ഞയ്ക്ക് ഹനയ്യ വരുമ്പോൾ കൊല്ലണം എന്ന് പ്ലാൻ ചെയ്ത് 2 മാസം മുമ്പേ അവിടെ ബോംബ് വെച്ചു. അപ്പോൾ 2 മാസം മുമ്പ് തന്നെ പുതിയ പ്രസിഡന്റ് ഉണ്ടാവണമെന്ന് ആലോചിച്ചു. എന്ന് പറഞ്ഞാൽ പഴയ പ്രസിഡന്റ് ഇല്ലാതാവണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ പഴയ പ്രസിഡന്റിനെ ആരായിരിക്കും കൊന്നത്? അതും ഇസ്രായേലായിരിക്കാം അല്ലേ? അവർക്ക് താല്പര്യമില്ലാത്ത. അതെ. അതുകൊണ്ട് പ്ലാൻഡാണ്, വളരെ പ്ലാൻഡായിട്ട് ഏറ്റവും ആസൂത്രിതമായി. ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞ പോലെ നാട്ടിൽ
ഒരുത്തരെ നാട്ടി വരുത്തണം. അവൻ ജന്മം ചെയ്താൽ വിദേശത്ത് നിന്ന് വരത്തില്ല. അവൻ നടന്നു പോകുന്ന അവൻ്റെ അച്ഛനെ വണ്ടി ഇടിപ്പിച്ചു. അദ്ദേഹം ആ പരിക്ക് പറ്റി ആശുപത്രിയിലായപ്പോഴത്തേക്ക് കാണാനായിട്ട് മകൻ വന്നു. മകനെ ഇവിടെ ഇട്ട് തട്ടി. കേരളത്തിലുണ്ടായ ഒരു കേസാണ്. അപ്പോൾ ഇത്തരം ഓരോ ഓപ്പറേഷൻസൊക്കെയാണ് ഇസ്രയേൽ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് പോയി ചെന്ന് കയറേണ്ട കാര്യമുണ്ടോ എന്ന് ഇറാൻ ആലോചിക്കുന്നതാണ് എന്ന് പറയപ്പെടുന്നത്. ഏതായാലും വേറൊരു കാര്യമുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് പേര് ലഡുവൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ട്. AKG സെൻറ്റർ മുതൽ മീഡിയ 1 ചാനൽ വരെ ഇസ്രായേലിനെ ഇറാൻ ആക്രമിച്ച് ഇസ്രായേലിനെ അങ്ങ് തൊട്ടച്ച് നീക്കി കഴിയുമ്പോഴത്തേക്ക് വിതരണം ചെയ്യാനുള്ള പടക്കവും ലഡുവൊക്കെ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത്. തൽക്കാലം അത് വേസ്റ്റായി പോകത്തേ ഉള്ളൂ. വേണമെങ്കിൽ ഇറാന് മുഖം രക്ഷിക്കാൻ ഒരു വഴിയുണ്ട്. അല്ല, ഇറാന് മുഖം രക്ഷിച്ചേ മതിയാവും. കാരണം അവരെ സംബന്ധിച്ച് ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്ത് അവരുടെ ഇൻറ്റഗ്രിറ്റിയെ എല്ലാ തരത്തിലും ബാധിച്ചു. അവർ ക്ഷണിച്ചു കൊണ്ടുവന്ന ഒരു അതിഥിയെ അവരുടെ മണ്ണിൽ വെച്ച് അവരുടെ സുരക്ഷാ വലയത്തിൽ വെച്ച് തട്ടിക്കളയുമെന്ന് പറഞ്ഞാൽ പിന്നെ ആ രാജ്യം ആത്മഹത്യ ചെയ്യേ വഴിയുള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും ചെയ്യാതെ ഇറാന് മുന്നോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ വേണമെങ്കിൽ ഇറാന് ചെയ്യാവുന്നൊരു കാര്യമുണ്ട്. നെതന്യാഹുവിനെ വിളിക്കുക, വിളിച്ചിട്ട് ഞങ്ങൾ 2-3 മിസൈലൊക്കെ വിടും, നിങ്ങൾ ആ അയൺ ഡോം കൊണ്ട് അതങ്ങ് തകർത്ത് വല്ല മരുഭൂമിയിലും കളഞ്ഞോ, അതോടുകൂടി ഞങ്ങൾക്ക് തൃപ്തിയായി, നിങ്ങളും സാറ്റിസ്ഫൈഡായി. മുമ്പ് അങ്ങനെയല്ലേ നടന്നത്? അതായത് 2 ജനറൽമാരെ ഇസ്രയേൽ മിസൈൽ അയച്ചു കൊന്നു സിറിയയിൽ വെച്ച്. അതിന് പകരമായി അവരൊരു റോക്കറ്റ് ഇങ്ങോട്ട് വിട്ടു. റോക്കറ്റ് ഇസ്രയേൽ അടിച്ചു കളഞ്ഞു. അപ്പോൾ ഇറാൻ പറഞ്ഞു ഞങ്ങളുടെ ആക്രമണം കഴിഞ്ഞു, ഇനി തീർന്നു, ഞങ്ങളൊരു റോക്കറ്റ് വിട്ട് കലാപരിപാടി അവസാനിപ്പിച്ചു എന്ന് പറയുന്ന പോലെ ഇസ്രയേലുമായി ധാരണയുണ്ടാക്കി എന്തെങ്കിലും കലാപരിപാടികൾ നടത്തുക എന്നതാണ് ഇറാൻ്റെ മുന്നിലുള്ള ഏക മാർഗം. അപ്പോൾ യുദ്ധം എന്ന് പറയുന്നത് എന്തായാലും നടക്കും. ഒരു പക്ഷേ ഹൂത്തികളെയും ഹിസ്ബുള്ളയും ഫിനിഷ് ചെയ്യുക എന്നതുകൂടി ഇസ്രായേലിൻ്റെ അജണ്ടയുടെ ഭാഗമായിട്ടുണ്ട്. കാരണം ഹമാസിനെ എന്തായാലും അവർ തീർക്കാൻ പോവാണ്. അപ്പോൾ ഏറ്റവും പുതിയൊരു വിവരം ഉണ്ടാകുന്നത് ഇവിടെ പലസ്തീനിൽ വെസ്റ്റ് ബാങ്കിൽ നിലവിൽ യുദ്ധമൊന്നുമില്ല, ഗസയിൽ മാത്രമാണ് യുദ്ധം നടക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ ഒരു 140 ഏക്കർ സ്ഥലത്ത് ഇസ്രയേൽ ഇപ്പോൾ ഒരു കോളനി ഉണ്ടാക്കാൻ പോവാം ജൂതന്മാർക്ക് വേണ്ടിയിട്ട്. ഇസ്രയേൽ അതായത് വെസ്റ്റ് ബാങ്കിലും ഇനി ഒരു ജൂത ഏരിയ ഉണ്ടാക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. അത് നമ്മളിത് മുമ്പ് കേൾക്കാത്തൊരു കാര്യമാണ്. വെസ്റ്റ് ബാങ്കിൽ ബത്ലഹേമിനോട് ചേർന്ന് 148 ഏക്കർ പ്രദേശത്ത് നഹാൽ ഹൈറ്റ്സ് എന്ന പേരിൽ ഒരു ജൂത കുടിയേറ്റ മേഖല ഉണ്ടാക്കാനായിട്ട് ഇസ്രയേൽ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുക. ഇസ്രയേൽ സിവിൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനം എടുത്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഗസ ക്ലീനാക്കി എടുക്കുക, ഗസ എന്നേക്കുമായി ഇസ്രയേലിൻ്റെ ഭാഗമാക്കുക. അതോടൊപ്പം തന്നെ വെസ്റ്റ് ബാങ്കിലും പതുക്കെ ജൂത കുടിയേറ്റങ്ങൾ ശക്തിപ്പെടുത്തുക എന്നൊരു തീരുമാനം എടുത്തിട്ട് ഇസ്രയേൽ ഇപ്പോൾ മുന്നോട്ട് പോവുകയാണ്. ആക്രമണം മാത്രമല്ല, അധിനിവേശവും കൂടി ഇസ്രയേലിൻ്റെ പദ്ധതിയിലുണ്ട്. അപ്പോൾ ഇത് നോക്കൂ, വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. ഈ വെസ്റ്റ് ബാങ്കിൽ ജൂത കുടിയേറ്റത്തിന് വേണ്ടി അവർ തിരഞ്ഞെടുത്തിരിക്കുന്നത് ബത്ലഹേമിനോട് ചേർന്നാണ്. ബത്ലഹേം എന്ന് പറയുന്നത് ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല ജൂതന്മാർക്കും വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. പക്ഷേ അതിപ്പോൾ വെസ്റ്റ് ബാങ്കിലാണ്. അവിടെ 148 ഏക്കറിൽ നഹാൽ ഹൈറ്റ്സ് വരാൻ പോകുന്നു. അത് ഒരു വലിയ സൂചനയാണ്. കാരണം യുദ്ധം മാത്രമല്ല, ഗസ മാത്രമല്ല ഞങ്ങളുടെ ലക്ഷ്യം, വെസ്റ്റ് ബാങ്കിലും ഞങ്ങളുടെ സ്വാധീനം ഉണ്ടാകുമെന്ന് ഇസ്രയേൽ പറഞ്ഞിരിക്കുകയാണ്. ഇതും ഒരു യുദ്ധം തന്നെയാണ്. ഇതൊന്നും നമ്മുടെ നാട്ടിൽ വാർത്തയാവുന്നില്ല. ഇസ്രയേൽ അടങ്ങിയിരിക്കുന്നില്ല, ഇസ്രയേൽ പൊരുതുകയാണ്, ഇസ്രയേൽ കീഴടക്കുകയാണ്, ഇസ്രയേൽ മുന്നേറുകയാണ്. അത് പാലസ്തീൻ്റെ ഒരു തകർച്ചയ്ക്ക് പൂർണ്ണമായിട്ടും കാരണമാവുകയും ചെയ്യും. പലസ്തീൻ്റെ മാത്രമല്ല, ലോകത്തിലെ ഇസ്ലാമിക തീവ്രവാദ സംഘടനകൾക്ക്, ഹൂതി, ഹിസ്ബുള്ള, ഇവർക്കെല്ലാം വലിയ തിരിച്ചടിയാണ്. കാരണം ഈ യുദ്ധം എസ്കലേറ്റ് ചെയ്താൽ, യുദ്ധം കൂടുതൽ വ്യാപിച്ചാൽ ഹിസ്ബുള്ളയും ഹൂതിയും ഹമാസും ഒരുപോലെ ഇല്ലാതായേക്കാവുന്ന സാഹചര്യങ്ങളുണ്ട്. അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇറാൻ ആക്രമിക്കേണ്ട ഡെഡ് ലൈൻ കഴിയാൻ പോവുകയാണ്. ഇനി 48 മണിക്കൂറുകൾ കഴിഞ്ഞാൽ അമേരിക്ക പറഞ്ഞ 48 മണിക്കൂറിനകം ഇറാൻ ഇസ്രയേലിനെ ആക്രമിക്കുമെന്നുള്ള ഡെഡ് ലൈൻ അവസാനിക്കും. 48 മണിക്കൂർ ചെറിയ കാലയളവല്ല, അതിനകം എന്തെങ്കിലും സംഭവിക്കുമെന്ന് നോക്കാം. പക്ഷേ ഇപ്പോൾ ഉള്ള ഒരു ജിയോ പൊളിറ്റിക്സ് ഒക്കെ നോക്കുന്ന ഒരാൾക്ക് തോന്നുന്നു ഇറാൻ അങ്ങനെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.